ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് വിശുദ്ധ ദിവസമാണല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള വിശുദ്ധന്മാർ കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ദിവസമാണ്. നമുക്കും കർത്താവിൻ്റെ വിലയേറിയ കൃപകളെ ഓർത്ത് ആരാധിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ആരാധനയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു ചെറിയ ചിന്തയോടെ, അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് ധൈര്യവും ഉറപ്പും നൽകുന്ന ഒരു ചെറിയ ചിന്തയോടെ ഇന്നത്തെ ഈ കർത്തൃദിനം ആരംഭിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അവർ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയോട് നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വേദഭാഗത്ത് നിന്ന് ചില ആത്മീയ ചിന്തകൾ നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് മാറയിലെ കയ്പുജലം എന്നുള്ളതാണ്. ചെങ്കടൽ കടന്ന ജനം, നമ്മൾ വായിച്ചു കേട്ടത്, സൂർ മരുഭൂമിയിലെത്തി. ചെങ്കടലിൽ അവർ ഒരു പാഠം പഠിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ ദൈവം അവർക്ക് അത്ഭുതം പ്രവർത്തിച്ച് അവർ നേരിൽ കണ്ടതാണ്. വർഷങ്ങളായി അവരെ അടിമവേല ചെയ്യിച്ചുകൊണ്ടിരുന്ന ഫറവോനും സൈന്യവും ചെങ്കടൽ തീരങ്ങളിൽ ചത്ത് അടിഞ്ഞ് കിടക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവരുടെ യാത്രയുടെ എല്ലാ ക്രമീകരണങ്ങളും സംരക്ഷണങ്ങളും ഏറ്റെടുത്ത് മേഘം അപ്പോഴും അവർക്ക് മീതെ സന്നദ്ധരായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അവർ ഏക സ്വരത്തിൽ ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. ആ പാട്ട് രക്ഷയുടെയും വിടുതലിൻ്റെയും മനോഹരമായ പാട്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ വളരെ ഉച്ചത്തിൽ അവർ പാടി. മോശയുടെ നേതൃത്വത്തിൽ ദൈവിക സ്തുതികൾ ഉച്ചത്തിൽ പാടിയപ്പോൾ മോശയുടെ സഹോദരിയായ മിരിയാമിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീജനങ്ങളും തപ്പും നൃത്തവുമായി പാടാൻ തുടങ്ങി. വീണ്ടെടുക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ഹൃദയംഗമായ പാട്ട് ആ ചെങ്കടലിൻ്റെ തീരങ്ങളിൽ അലതല്ലുകയും അത്യുന്നതൻ്റെ മന്ദിരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ പാട്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കുവാനിടയായി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിക്കപ്പെട്ട ആ ദൈവജനത്തെ അവനൊരു ഉറപ്പുള്ള പാറമേൽ നിർത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. സന്തോഷത്താൽ ദാവീദും പാട്ടുപാടി. അതാണ് 40-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ ഹൃദയം ശുഭവചനത്താൽ കവിയുമ്പോഴാണ് രാജാവിന് വേണ്ടിയുള്ള കൃതികൾ ഉണ്ടാകുക. അതുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ എന്നാണല്ലോ യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കഷ്ടതയുടെ നടുവിൽ ഉണ്ടാകുന്ന പാട്ട് ഏത് ഹൃദയത്തെയും കീഴ്പ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വലിയ ഭാഗവും പാട്ടാണ്.
അതുകൊണ്ട് ദൈവാരാധനയിൽ പാട്ടിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നുള്ളതും നാം മറന്നു പോകരുത്. പാട്ട് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും പാട്ട് പാടുന്നതായിരിക്കും. അവിടെ നാമും പാടാൻ പോവുകയാണ്. എന്താണ് ആ പാട്ട്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ആ വളരെ മനോഹരമായ പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ അവദാനങ്ങളിൽ ഒന്നായിരിക്കും ആ സ്വർഗത്തിലെ നമ്മുടെ പാട്ടിൻ്റെ വിഷയം. ഇസ്രായേൽ ഗോത്രം 12-ൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട 144,000 പേര് ആ കുഞ്ഞാടിനോടൊത്ത് സിയോൻ മലയിൽ നിന്ന് പുതിയ പാട്ട് പാടുവാൻ പോവുകയാണ്. ആ പാട്ട് ആനന്ദത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ അലേടിയാണ് ചെങ്കടൽ കരയിൽ ഇപ്പോൾ കേൾക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. അതാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവര് ശൂർ മരുഭൂമിയിലൂടെ അവരെ ദൈവം നടത്തി. അവിടെ ജനത്തിന് വെള്ളം കിട്ടാതായി. അവർ ദാഹിച്ചവശരായപ്പോൾ കിട്ടിയതോ കയ്പ് ജലമായിരുന്നു. അവരൊറ്റ ശബ്ദത്തിൽ ഒന്നിച്ച് ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയോട് അത് പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. മരുഭൂമി യാത്ര അവർ തുടങ്ങിയത് പാട്ടോടെയാണ്. എന്നാൽ മരുഭൂമിയിൽ കയറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ പാട്ട് അവസാനിപ്പിച്ചു. പഴയ പരിപാലനം മറന്നു. മുഖമെല്ലാം വിളറി. നോക്കണേ, അവരുടെ ഹൃദയം തകർന്നു. പാടാൻ കഴിവില്ലെങ്കിലും പിറുപിറുക്കാനായിട്ട് എന്തുണ്ട്? അവർക്ക് ശക്തിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ അത് ഒരു ദൃഷ്ടാന്തമാക്കി നമ്മോട് പറയുകയാണ്, അവരെ പോലെ നാം പിറുപിറുക്കരുത്. 1 കൊരിന്ത്യർ 10:10. കഷ്ടതയുടെ കഠിന ശോധനയിൽ ഏത് ഭക്തനും ബലഹീനനായി തീർന്നു എന്ന് വരാം. എന്നാലും നാം ദൈവത്തെ മറുത്തു പറയുന്നതിനോ പിറുപിറുക്കുന്നതിനോ ഇടയായി തീരരുത് എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് പോയതായ നവോമിയും അവരുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ രൂത്തിന്റെ പുസ്തകം വായിക്കുന്നുണ്ട്. നവോമി പറയുന്നത്, എന്നെ നവോമി എന്നല്ല മാറി എന്ന് വിളിപ്പീൻ, കാരണം സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് രൂത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എലിമേലെക്കിന്റെ ഭാര്യ അത് പറഞ്ഞതായ ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നവോമിയുടെ ഇമ്പമെല്ലാം പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അവളുടെ പേരിൻ്റെ അർത്ഥം തന്നെ ഇമ്പം എന്നാണ്. അവളുടെ ഇമ്പമെല്ലാം മാറി. ഇപ്പോൾ അവൾക്ക് ആ നിലയിലുള്ള സന്തോഷമില്ല. അവളുടെ കയ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, 7-ാം ദിവസം ഇയ്യോബ് വായ് തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇയ്യോബ് 3:11 വാക്യം. സഹിഷ്ണുതയുടെ ദൃഷ്ടാന്തത്തെ പറ്റി തിരുവെഴുത്തിലുണ്ട്. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ മാനുഷികമായ നിലയിൽ നമ്മൾ ഈ ഭക്തരായിരിക്കുന്ന ആളുകൾ പറഞ്ഞതുപോലെ നമ്മളും പറഞ്ഞു പോകും, ചെയ്തു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന ധൈര്യവും ഉറപ്പും വചനത്തിലൂടെ തന്നിട്ടുണ്ട്. സൂർ മരുഭൂമി ഇസ്രായേലിനെ ദൈവം പരീക്ഷിപ്പാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു. അതാണ് പുറപ്പാട് 15-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവരെ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. അപ്പോൾ ഇവിടെ വായിക്കുന്ന സൂർ മരുഭൂമി ഇസ്രായേലിനെ ദൈവം പരീക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു എന്നാണ് കൃത്യമായിട്ട് ഈ പുറപ്പാട് 15:25 വാക്കിൽ വായിക്കുന്നത്. പരീക്ഷ ഒരിക്കലും അവസാനിക്കുകയില്ല. അത് ഭക്തന്മാരുടെ എല്ലാം ചരിത്രത്തിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതം, ഇസ്ഹാക്കിൻ്റെ ജീവിതം, യാക്കോബിൻ്റെ ജീവിതം, യോസെഫിൻ്റെ ജീവിതം, മോശ, ദാവീദ്, ദാനിയേൽ എന്ന് വേണ്ട ഇവരെല്ലാം അതിഭക്തരായിരുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷകളും ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പുതിയ നിയമത്തിൽ പത്രോസും പൗലോസും യോഹന്നാനും ആദിയായ
പുതിയ നിയമ വിശുദ്ധന്മാർക്കും മരുഭൂമിയിലെ കയ്പിന്റെ അനുഭവം അവർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതായും അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതായും കാണുന്നു. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ചിലർ മുഷികയും മറ്റു ചിലർ ക്ഷീണിക്കുകയും പലരും അത് നിരസിക്കുകയും ചെയ്യാറുണ്ട്. എബ്രായർ 12:5 വാക്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. എന്നാൽ അതിന് വിധേയപ്പെടുന്നവർ പിതാവിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് അനുഗ്രഹവും അഭ്യാസവും പ്രാപിക്കുന്നവരാണ്. പകൽ സമയത്തേക്കാൾ അധികം ഗോളങ്ങൾ രാത്രികാലത്ത് ആകാശത്തേക്ക് നോക്കുന്നവർ കാണാൻ കഴിയുന്നത് പോലെ സുഖകാലത്തേക്കാൾ അധികം പാഠങ്ങൾ പഠിക്കുവാൻ കഷ്ടതയുടെ കാലങ്ങൾ വിശ്വാസികൾക്ക് അത് ഉപകരിക്കുന്നതാണ്. നീ എന്നെ കഷ്ടതയിലാക്കിയത് എനിക്ക് നന്നായി എന്ന് ദാവീദിനെ പോലെ നമുക്കും പറയാൻ കഴിയണം. ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമ്മെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് മരുഭൂമി. ഈ എളിവൻ്റെ ജീവിതത്തിനും അനേക കഷ്ടതകൾ, അനേക കഷ്ടങ്ങൾ, അനേക പ്രതിസന്ധികൾ ചില വർഷങ്ങൾക്ക് മുൻപ് അത് ഉണ്ടാകുവാനും ചില രോഗങ്ങൾ അത് മൂന്ന് പ്രാവശ്യം മരണത്തിലേക്ക് നടത്തിയ സന്ദർഭവും വലിയവനായ ദൈവം ആ മരണത്തിൽ നിന്നും പരീക്ഷയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിടുവിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ട് അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. ഹോശേയ 2:14 ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി സംസാരിപ്പിക്കുന്നത്, ഹൃദ്യമായിട്ട് സംസാരിപ്പിക്കുന്നത്, ഹൃദ്യമായിട്ട് അവരോട് ഇടപെടുന്നത് ദൈവം ചില കാര്യങ്ങൾ മരുഭൂമിയിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അനുസരിക്കാത്ത ഇസ്രായേലിനെ പറ്റി ദൈവത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം അത് ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, അവശതയുടെ ആ നാളുകളിൽ തനിക്കുള്ളതെല്ലാം നശിച്ച് മുട്ടു വന്നപ്പോഴാണല്ലോ മുടിയൻ പുത്രൻ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മിച്ചതും അവിടേക്ക് മടങ്ങി വന്നതും, അല്ലേ? ലൂക്കോസ് 15:17 വാക്യം. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മുട്ടുവരാം, ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം, രോഗം നമ്മെ തളർത്തിയെന്ന് വരാം, മരണത്തിൻ്റെ വക്കിലേക്ക് നമ്മെ വലിച്ചിഴച്ചെന്ന് വരാം. അതിൻ്റെ മധ്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഉറച്ചു നിൽക്കുവാനും ദൈവാശ്രയത്തോടെ നിൽക്കാനായിട്ട് കഴിയണം. മരുഭൂമിയിൽ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ ആർ എന്നാണ് ഉത്തമഗീതം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത് വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയനോട് പറ്റിച്ചേർന്ന് യാത്ര ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന രംഗമാണ് മരുഭൂമി എന്നുള്ളത് നാം മറന്നു പോകരുത്. മരുഭൂമി അവർക്ക് കണ്ണുനീർ താഴ്വര ആയിരുന്നു. നമ്മുടെ കണ്ണീർ താഴ്വരകളെല്ലാം ജലാശയമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്നാണ് സങ്കീർത്തനം 84-6 വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന അനുഭവത്തിൻ്റെ ഒരു സാദൃശ്യം നമുക്ക് ഈ ഉത്തമഗീതത്തിലും ഒക്കെ കാണാൻ കഴിയും. അത് വായിച്ച് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് പ്രതികൂലത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നിരാശയുടെയും തനിച്ചായിരിക്കുന്ന അവസ്ഥയിലും ദൈവമേ നീ എന്നെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തെന്ന് ഓർത്ത് നന്ദി പറയാനായിട്ട് സാധിക്കും. പിറുപിറുപ്പല്ല, പ്രത്യുത നന്ദിയുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് ഉരുവിടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മാറയിലെ അനുഭവത്തിന് ദൈവത്തിൻ്റെ പ്രതിവിധി എന്താണ്? ദൈവം ഒരു വൃക്ഷം മോശയെ കാണിച്ചു കൊടുത്തു. അത് മുറിക്കപ്പെടുകയും വെള്ളത്തിൽ വീഴുകയും ചെയ്തു. വെള്ളത്തിലെ ആ കയ്പ് രസമെല്ലാം ഈ മുറിക്കപ്പെട്ട കമ്പിൽ ആയി. അങ്ങനെ ആ മാറ മധുരമായി മാറ്റപ്പെട്ടു. മനുഷ്യൻ്റെ സകലവിധ പ്രശ്നങ്ങൾക്കും ഉത്തരമായി ദൈവം തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. അവനെ ദൈവം നമുക്ക് കാണിച്ചു തന്ന രക്ഷിതാവെന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 23-ാമത് വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ 1:29 ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് അവൻ മുറിക്കപ്പെടുന്ന കാര്യമാണ് പ്രവാചകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സക്രിയ 13:7 നമുക്കത് കാണാൻ കഴിയും. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. യെശയ്യാ 53:5-6 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ വിലാപം നൃത്തമാക്കി തീർത്തു, നമ്മുടെ രട്ട് നീക്കി ഉത്സവ വസ്ത്രം നമ്മെ ധരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക്
അത് ഈ ദൈവത്തോട് വളരെ നന്ദിയും കൂറും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഇസ്രായേലിനെ അത് ഈ സ്ഥലത്ത് നിന്ന് മാറ്റി എലീമിലേക്ക് നടത്തിയെന്നാണ് ലാസ്റ്റ് വാക്യം വായിച്ചു കേട്ടത്. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. എന്നാൽ ഇതും സ്ഥിരമായ ഒരു അനുഭവമല്ല. നാം ഏത് സാഹചര്യത്തിലും ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ മാറയുടെ സകലവിധ കയ്പുകളെയും അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ ധ്യാനിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ കർത്താവിനെ ധ്യാനിച്ച് പ്രതികൂലങ്ങളെ അതിജീവിച്ച് പോവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അതിനാവശ്യമായ കൃപകൾ നൽകട്ടെ. ഈ ചെറിയ ചിന്ത ഏതൊരു വിശ്വാസിക്കും അത് ഉപകാരപ്രദമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.